വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇടില്ല കേട്ടോ. ഏകദേശം പറഞ്ഞാൽ 1 മാസമൊക്കെ ആയി. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റുള്ള വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ചാച്ചുവിന് വയ്യ, ചുമയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു ചുമയും ചെറിയ പനിയൊക്കെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും കിട്ടിട്ടോ. എനിക്കും സനോനും അച്ഛനും അമ്മക്കും കുഞ്ഞാവൊക്കെ എല്ലാം കിട്ടി. അപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഞങ്ങൾ അതിൻ്റെ പിറകെയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ. അതായത് എപ്പോഴും ഹോസ്പിറ്റലിൽ പോക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും റെഡിയായി. നാളെ ഞങ്ങൾക്കൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. അതായത് നാളെ ഞങ്ങളുടെ ചാച്ചുവിൻ്റെ 4ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. ഇന്ന് കുറച്ചൊരു സന്തോഷമുള്ള കുറേ നാളിന് ശേഷം പിന്നെ ഒരു പഴയ ഒരു ഇതിലേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കുഞ്ഞാവ് കുറച്ച് ഹോസ്പിറ്റലൈസ്ഡും കൂടി ആയിരുന്നു കേട്ടോ. അതായത് തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലും പിന്നെ ഒരു ദിവസം നാദാപുരം ന്യൂക്ലിയസിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള നഴ്സുമാരെ ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രത്തോളം അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കെയറിങ് ആയിരുന്നു. അപ്പം ന്യൂക്ലിയസിൽ എനിക്ക് 2 പേരെ നല്ല ഓർമ്മയുണ്ട്. ഒരു ദീപ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഷെറിൻ സിസ്റ്ററും. അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ അവർ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് വാവക്കെന്നൊക്കെ ചോദിച്ചിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളെ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വിഷമമായിരിക്കും. അപ്പോൾ ഞാനെ ശുശ്രൂഷിച്ച എല്ലാ നഴ്സുമാർക്കും ഈ സമയത്ത് ഞാൻ ശരിക്കും നന്ദി പറയാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇന്ന് അവരെയും കൂടെ കാണാൻ പോകണം. അതായത് കുഞ്ഞാവേനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. ഇന്ന് 5 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെയും കൂടെ ഒന്ന് ജസ്റ്റ് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറ്റുന്നവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താ ചാച്ചു ബേബി റെഡിയായി. അവൾ ഇന്ന് ന്യൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നാളെ അവൾക്ക് ഗിഫ്റ്റ് കിട്ടും, ന്യൂ ഡ്രസ്സ് ഇടാം. അല്ല ചാച്ചുട്ടിയെ, ഈ നോക്കുന്ന ക്യാമറയില്ലേ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ക്യാമറയിൽ വരുന്നോണ്ടാണ് മുഖം നോക്കാത്ത. വാവച്ചേട്ടനെ നോക്ക്. പിന്നെ ക്യാമറേൻ്റെ പുറകിൽ വാവയാണ് കേട്ടോ. വാവ അങ്ങനെ മാല ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മലക്കൊക്കെ പോയി ഇന്ന് രാവിലെ എത്തി. അപ്പോൾ പിന്നെയും ഞങ്ങളുടെ കൂടെ അല്ലേ ഓൺ ഡ്യൂട്ടി. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ ഒരുമിച്ച് കയറിയിരിക്കുകയാണ്. പിന്നെന്താ, അങ്ങനെ ഇന്നെല്ലാം കൊണ്ട് ഒരു നല്ല ദിവസമാണെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഹലോ, ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. വാവേനെ കാണിക്കുകയൊക്കെ ചെയ്തു. ഇനി ഞങ്ങൾ നമ്മളുണ്ടായ റൂമിൻ്റെ അവിടത്തേക്ക് പോവാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവരെ കാണിച്ചു തരാം കേട്ടോ. ഇതാ അവിടെ ആൾക്കാരിരിക്കുന്നുണ്ട്. ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ ആൾക്കാരെ ഇറക്കാന്നുള്ളത്. അയ്യോ ടെടേ കാണിക്കാൻ വന്നു. ഇത് വിജിത സിസ്റ്റർ. പേരെന്തേനു? ഇത് സ്വർണ സിസ്റ്റർ. ആടി പൊന്നി അനഘ സിസ്റ്റർ പോയാ? ഇവനിവിടെ 2 പ്രാവശ്യമായി കിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പരിചയമാണ്. ഇല്ലടാ ഇതാണ് അനഘ സിസ്റ്റർ. ഇവന്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇതാരല്ല നോക്കണ്ടല്ലേ. താഴെന്ന് കണ്ടിട്ട് ഭയങ്കര ചിരിയനു. താഴെ കണ്ടിട്ടുണ്ടേനു, ഭയങ്കര കളിയാണ്. ബൈ ബൈ. ഞങ്ങള് പോന്ന അല്ലേ പൊന്നെ? ദാദ വിളിക്കണ്ട് താഴെന്ന്. പോവാ. അവൾ ഉറങ്ങുന്ന, ചാച്ചു ഉറങ്ങുന്ന. അതുകൊണ്ട് ആരെയും കൂട്ടിയില്ല. ഞങ്ങള് ഡോക്ടറെല്ലാം കാണിച്ചിങ്ങ് വരുന്നു. പോവാ. എടാ ചാറ്റ പറയടാ. ബൈ 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 അല്ലേ?
അപ്പൊ ഓക്കെ, ഇനി പുറത്തുനിന്ന് എവിടുന്നെങ്കിലും കാണാം. ഞങ്ങള് ചാച്ചുന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രെൻഡ്സിൽ വന്നിട്ടാണ് ഉള്ളത്. ചാച്ചുക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടമായി. അത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ. ചാച്ചു ഇത് വെച്ച് കാണിച്ചാൽ മമ്മക്ക് ചാച്ചുൻ്റെ ഡ്രസ്സ്. ചാച്ചുക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി പോലും. റെയിൻബോ ഡ്രസ്സാണ്. ചാച്ചുക്ക് ഇതാ വേണ്ടെന്നാണ് പറയണേ. രസമില്ലേ ചാച്ചു? നമുക്കില്ലേ ദാദയും കൂടെ വന്നിട്ട് ദാദക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ട് എടുക്കാം. അമ്മക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, ചാച്ചുക്ക് ഭയങ്കര ഇഷ്ടമായി. ആണോ? ഇത് വെച്ച് നോക്കി, ഇതിങ്ങനെ അത് രസമില്ല. ആ ഡ്രസ്സ് അവൾക്ക് ഇഷ്ടമില്ല. വേറെ ഏതോ കണ്ടിട്ടുണ്ട്. ഏതാ? അതന്നെയാന്ന് പോലും വേണ്ടേ. ഇവിടെ ഭയങ്കര ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ആ ഡ്രസ്സാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇത് മതി ബർത്ത്ഡേക്ക് എന്ന് പറയണേ. പക്ഷേ എനിക്കെന്തോ അത്ര ഇഷ്ടമായില്ല അതിൻ്റെ മെറ്റീരിയലൊന്നും. ഇത് ബർത്ത്ഡേക്ക് ആയിട്ട് എടുക്കാൻ പറ്റില്ല, പക്ഷെ നോർമലി ഇങ്ങനെ വെറുതെ എടുക്കാം. ഇതിന് 599 രൂപ, അതിന് 699 രൂപ. ചാച്ചു കാണിച്ചു വെച്ചു. അവസാനം ഞങ്ങളൊരു ഡ്രസ്സ് ഉള്ളതിൽ ഭേദം എന്ന് പറഞ്ഞു. കുറച്ച് ബാക്കിലോട്ട് വന്നാലേ മനസ്സിലാവുള്ളൂ നമുക്ക്. അങ്ങോട്ട് എന്ത് കാണിച്ചാൽ ദൂരം നിന്നിട്ട് കാണിച്ചാൽ ഇങ്ങോട്ട് കാണിച്ച് ഇട്ട് കാണിച്ചാൽ ഇങ്ങോട്ട് ദൂരം വെച്ച് കാണിച്ച്. അതെ, ഈ ഒരു ഡ്രസ്സാണ് ഉള്ളതിൽ വെച്ച് ഇഷ്ടമായത് ഞങ്ങൾക്ക്. ബാക്കിയൊന്നും അങ്ങനെ ഇഷ്ടമായിട്ടില്ല. സനു എല്ലാം എന്തോ താഴെ ബിസിയാണ്. വന്നിട്ട് നോക്കിയിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ ചാൻസ് കുറവാണ്. ഉള്ളതിൽ ഇത് മാത്രമേ ഇഷ്ടമായിട്ടുള്ളൂ, ബാക്കിയൊന്നും ഇഷ്ടമായിട്ടില്ല. ചെരുപ്പൊന്നും ഇഷ്ടമായിട്ടില്ല. അപ്പം ഞങ്ങൾ എങ്ങനെ വിഷമിച്ചിരിക്കുന്ന, ഇല്ലെങ്കിൽ വേറെ ഷോപ്പിൽ പോകണം. ഞങ്ങളിതാ ട്രെൻഡ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒന്നും കിട്ടിയില്ല, ഒന്നും അങ്ങനെ ഇഷ്ടമായില്ല. കുറച്ചൊരു കുഴപ്പമില്ലാന്ന് തോന്നുമ്പോഴത്തേക്കെല്ലാം ഒരു 1000 റേഞ്ചിലേ ഉള്ളൂ. സാധാരണ നമ്മളൊരു ഷോപ്പിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഇതിലും ചെറിയ പൈസയ്ക്ക് ഇതിലും നല്ല ഡ്രസ്സ് കിട്ടുമെന്ന്. ഒന്നും ഇഷ്ടമായില്ല. അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ വിചാരിച്ചെന്നാൽ വേണ്ട. പിന്നെ എനിക്കും കുറച്ച് ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, അതും ഒന്നും കൊള്ളൂല. എല്ലാം ഫീഡിങ് കുർത്തീസും ഇല്ല, പിന്നെ ചെറിയ ടോപ്പും ഒന്നും സെറ്റായില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. ഇനി പറ്റുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഡ്രസ്സ് എടുക്കും, ഇല്ലേ പിന്നെ നേരെ വീട്ടിൽ പോവും. സനുവും വാവയും കൂടെ പോയിട്ട്, വലിയ വാവ ചേട്ടനും കൂടെ പോയിട്ട് എവിടെന്നെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് വരും. ചാച്ചു ഓക്കെ അല്ലേ? ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് തലശ്ശേരി ഇപ്പോൾ ട്രെൻഡ്സിൻ്റെ അടുത്ത് തന്നെ ഒരു ഫിറോസ് കൂൾ ബാർ ഉണ്ട്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. എന്താണ്? മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഞാനും വാവയും മാത്രമേ കുടിക്കുള്ളൂ, ബാക്കി എല്ലാവർക്കും ചുമയൊക്കെ ആയതുകൊണ്ട് ആരും കുടിക്കില്ല. ഞാനും വാവയും കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കളയല്ലേ കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് വേറെ? ഇതെങ്ങനെയാന്ന് വെച്ചാൽ താഴെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസും മേലെ ഇളനീരിൻ്റെ ജ്യൂസുമാണ്. ഡബിൾ എന്നാണ് പറയുന്നത്. ഇത് പക്ഷെ എനിക്ക് കുടിച്ചിട്ട് തോന്നിയത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഴിക്കലുണ്ടായിരുന്നു. എന്നാടാ ചെമ്പും പന്തും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കക്കട്ടിലൊരു ഭയങ്കര ഫേമസ് ആണ് അവിടെ. അതിൽ വട്ടോളി അവിടെ ഇതിലും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട്. ഇവിടെ കുറച്ച് മധുരം കുറവാണ് തോന്നുന്നു. അത് നല്ല അടിപൊളി. ഇതിനേക്കാളും എനിക്കത് ഇഷ്ടമായി. അപ്പം നമ്മൾ കുടിച്ച് പോവാണ്. നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ട് ആ ഭാഗത്ത് ഓൾറെഡി വേറെ കുറേ കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വേഗം എടുക്കാമെന്ന്. ഓൾറെഡി ഇവിടെ സൈഡിൽ ഫുള്ള് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാത്രമല്ല എല്ലാവരും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളതെങ്കിലും ഒഴിവാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം പോകുന്നതാണ്. ഫുള്ള് സൈഡിലുള്ള രണ്ട് സൈഡിലും പാർക്ക് ചെയ്തിട്ടുണ്ട്. തല്ലുമാല ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഏത് സീനായിരുന്നു ഇവിടെ? ഇതെവിടെയല്ലോ ഇപ്പുറത്തെ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലെല്ലാം ഉണ്ട്. ഇതെല്ലാം തല്ലുമാലേന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ആക്കി തന്നുണ്ട്. കളർഫുൾ ആക്കി. നമ്മള് വരാത്ത സ്ഥലങ്ങളാണല്ലോ ഇതെല്ലാം. രണ്ട് സൈഡും കളർഫുൾ ആണല്ലോ. ആക്ച്വലി നമ്മള് വണ്ടി ചെറിയൊരു പ്രോബ്ലം ആയിട്ട് നമ്മള് സർവീസിന് കൊടുത്തിട്ടാണ് ഉള്ളത്. എന്നിട്ട് മേമേന്റെ വണ്ടി എടുത്തിട്ട് നമ്മളിപ്പം വീട്ടിലേക്ക് പോകുന്നത്. അച്ഛനോട് അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അച്ഛൻ ഇപ്പം പെട്ടെന്നൊരു ഷോക്കായിരിക്കും വണ്ടി മാറിയത് കണ്ടിട്ട്. നമുക്ക്
നോക്ക അച്ഛൻ എന്താ പറയുന്നത്. അച്ഛന്റെ ഷോപ്പായത്. അച്ഛൻ നമ്മളെ ഷോപ്പ്, അച്ഛന്റെ ഷോപ്പ് നമ്മുടെ ഷോപ്പ്. അച്ഛൻ ഇതുവരെ മനസ്സിലായില്ല. മനസ്സിലാവുന്നില്ല ഇത് നമ്മളെ വണ്ടി നോക്കി നിക്കുന്നതാണ്. വണ്ടി നോക്കി നിക്കുന്ന ഞാൻ വന്ന അച്ഛൻ ഇതുവരെ മനസ്സിലായില്ല. ആരും നോക്കട്ടെ വിളിക്കും ലേറ്റ് ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ നോക്കുന്ന വണ്ടി ഞാൻ വിളിച്ച് പറഞ്ഞേനെ ഞാൻ എത്താറായിന്ന്, അതുകൊണ്ട് ഇങ്ങനെ നോക്കുന്നു. ഇപ്പൊ ഏതോ ഇപ്പൊ വണ്ടി നോക്കുന്ന എന്നാച്ചാ ഇതെന്ത് പറ്റിയത് കാര്യം കഴിക്കാം. അച്ഛാ എങ്ങനെ മനസ്സിലായി ഞങ്ങൾ വന്നപ്പോ? നമ്മളെ കാറിനെ ചാച്ചനെ കണ്ടിട്ട് മനസ്സിലായേ? ഞങ്ങൾ നോക്കും അച്ഛൻ ഇങ്ങനെ അടിയോ നോക്കി നിൽക്കുന്നു, എന്താ വണ്ടി വരാത്തെന്നും പറഞ്ഞിട്ട്. ഇത് ബ്ലാക്ക് കളറാണ്, പിന്നെ അത് വൈറ്റാ, അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും മനസ്സിലാവുകയില്ല. അച്ഛൻ വൈറ്റ് ചെയ്ത് നമ്മളെ നെക്സോണും വരുന്ന ഇങ്ങനെ കാത്തു നിൽക്കുന്നതിനും പാവം. നമ്മൾ ട്രെൻഡ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നാദാപുരത്ത് എത്താനായിട്ട് അതിൻ്റെ വഴിയിൽ ഒരു നല്ലൊരു ഡ്രസ്സിൻ്റെ ഷോപ്പ് കാണുന്നുണ്ട്. പുറത്തുനിന്ന് ഇങ്ങനെ നല്ല കളക്ഷനെല്ലാം ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ചാച്ചി ഭയങ്കര ഉറങ്ങാൻ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സെല്ലാം കണ്ടപ്പോൾ ഉറക്കെല്ലാം പോയി. അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ. ഗോ മോശമില്ലാന്ന് തോന്നുന്നു. ഏത് ഡ്രസ്സാണ് വേണ്ടത് നോക്കിക്കോ ചാച്ചു. നോക്കിയാച്ചു ഇവിടെയുള്ളത്, ഇവിടുന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തോ. അവളിങ്ങനെ ഓടി ഓടി നടന്ന് നോക്കുന്ന വാടോ. അത് ഹാപ്പി ബർത്ത്ഡേക്ക് അങ്ങനത്തെ ഡ്രസ്സല്ലേ ഇടുക നമ്മൾ? അത് ബിഗ് ഡ്രസ്സ്, അത് വേണ്ട. ഇവിടെ നോക്കിയതാ ഇഷ്ടം നോക്കിയോട്ട്. അതെല്ലാം ബിഗ് അല്ലേ പിന്നെ? അത് ബിഗ്ഗാ, അതും ബിഗ്ഗാ. അത് തോമാ? നോക്കാം നമുക്ക്. ഓക്കെ നോക്കാം. ചാച്ച കാണിച്ച ചാച്ചക്ക് ഏതോ ഒന്ന് ഇഷ്ടമായി നോക്കട്ടെ. ആടെ വെക്കുന്ന ഇത് രസമുണ്ടോ നോക്കട്ടെ. അച്ഛ ഇതിങ്ങനെ വെച്ചോട്ടെ, ഇത് വെച്ച നോക്കട്ടെ. രസമുണ്ടോ? ഇഷ്ടമുണ്ട്? നോക്കട്ടെ മാമ. ഇങ്ങനെ ബ്രൗൺ ഡ്രസ് അത് ഇഷ്ടമായോ? ദാദ ഏതാ പറയുന്നത് നോക്കട്ടെ. ദാദക്ക് ഏതാ ഇഷ്ടം നോക്കട്ടെ. അത് ഭയങ്കര മിന്നുന്നത് മേക്കല്ലായി പോടാ. നടന്നു വെച്ചു വേണ്ട, അതൊന്നും അത്ര അങ്ങ് ഇഷ്ടമായില്ല. ചാച്ചുവിൻ്റെ സൈസും ആ ഒരു ഇതെല്ലാം വെച്ചിട്ട് കറക്റ്റ് സൈസ് ഉള്ളത് ഡിസൈൻ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ്. എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇതാ മൂന്നാമത്തെ ഷോപ്പിലെത്തി കേട്ടാ. കിഡോനെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നാദാപുരത്തുള്ള ഒരു വലിയ ഷോപ്പാണ്. ചാച്ചുവിന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നാണ് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുത്തത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അങ്ങനെ ഇവിടത്തേക്ക് തന്നെ എത്തി. നോക്കാം ഇവിടെ ഉണ്ടോ എന്നുള്ളത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ദാദക്ക് എന്നാ ഇഷ്ടമായോ നോക്കാമല്ലോ. ദാദക്ക് ഇഷ്ടമായോ? ഉരിപ്പോരുവാ എങ്ങനെ ആന്നറിയില്ല. ഒന്ന് ഇട്ട് നോക്കേനു അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന് ഇട്ട് നോക്കുമല്ലോ അഞ്ചതിന്. കാണിച്ചു ഇങ്ങോട്ടേക്ക്. നല്ല രസമുണ്ട്. ഒരു ഭാഗത്ത് കൈയുള്ളത് ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ട്രാപ്പ് പോലെ ആയിട്ട് അത് നല്ല രസമുണ്ട്. ഇനി കുറച്ച് കളക്ഷനെല്ലാം ഉണ്ട്. ആദ്യം അത് നോക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. അവക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായില്ല. അവൾക്ക് മേക്കപ്പ് സാധനങ്ങളാണ് വേണ്ടതെന്നാണ് പറയണേ. പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചാച്ചു ഇത് മേടിക്കട്ടെ ചാച്ചു പ്ലീസ്? നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഇഷ്ടമായോ? കുഴപ്പമില്ലല്ലോ അങ്ങനെ. ചാച്ചു നോക്കട്ടെ, നല്ല രസമുണ്ട്, അടിപൊളി. നല്ലോണം ഇഷ്ടമായിട്ടാ. ചിന്തൊരു മുള താഴെ ഇറങ്ങി നിന്നാട്ടെ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് അതിന് കണക്കായിട്ട് ഹെയർ ബാൻഡെല്ലാം മേടിക്കാമല്ലോ. അടി
നോക്കട്ടെ. ഞാൻ അതിനൊരു ഷൂവും വേണം, ഹെയർ ബാൻഡും വേണം അല്ലേ? അവൾക്ക് മേക്കപ്പ് സാധനം മേടിക്കാനായിട്ടൊരു സമാധാനം. ഇങ്ങോട്ട് നോക്കി വെച്ചു. ഗുഡ് കേട്ടാ. അത് അലമാര, ചാച്ചുൻ്റെ ഡ്രസ്സെല്ലാം വെക്കുന്ന പോലത്തെ അലമാരയത്, ഷെൽഫ്. ചാച്ചുവിന് നമ്മൾ ഷൂസ് നോക്കാൻ വേണ്ടി മേലെ പോകുന്നതാണ്. ആ ഇതെന്താ ഇവിടെ നിറച്ചും ടോയ്സ് അല്ലേ? അമ്മോ ഇതെത്ര ടോയ്സാ. ഷൂ ഉണ്ടോ അവിടെ? നടക്ക്. കുറേ ഷൂ ഉണ്ടല്ലോ, നമുക്ക് നോക്കാമല്ലോ. സ്ലൈഡും ഉണ്ട്. ആ എന്തൊക്കെയുള്ളല്ലേ അത്. ആ അവിടെ കുറേ ചെരുപ്പുണ്ടല്ലോ അല്ലേ? ഇല്ലേതാ വേണ്ടേ നോക്കി നോക്ക് മോള്. വണ്ടിയെല്ലാം ഉണ്ടല്ലേ? ചാച്ചിക്ക് ഏത് ചെരുപ്പാ വേണ്ടേ നോക്ക്. അതാണോ വേണ്ടേ? അവൾ ഇതാ പറഞ്ഞത് അതല്ല. ഇനി ഏതാ വേണ്ടേ നോക്ക്. അതാണോ വേണ്ടേ? സൂപ്പർമാൻ. അതാണോ വേണ്ടേ? നമുക്ക് നോക്കാട്ടോ. പ്രിൻസസ് ഇല്ല എവിടെ? എവിടെ അവരെ ഇങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുവന്നേ? ആ അത് ഇതിലാ മറ്റേ എടുത്തോണ്ട് അതിൻ്റെ കളർ ചേഞ്ച് നോക്കട്ടെ. അങ്ങനെയുണ്ട് പറ. വേദന എടുക്കണ്ടോ നോക്കി നോക്ക്. ഷുവറാണോ? അതല്ല ചാച്ചി ചെരുപ്പ് പറ എങ്ങനെയുണ്ടെന്ന്. ഗുഡാണോ? ഇഷ്ടായോ? എന്നാ പിന്നെ ഇത് മേടിക്കോ. വാ. വേദന ഇല്ലല്ലോ? വേദന ഉണ്ടോ? എന്നാ ബാ. അപ്പൊ നമ്മളിത് ഫിക്സ് ചെയ്തേ. അതെന്തെന്നാ? മേക്കപ്പിന്റെ ഒന്നല്ലടോ അത്. എന്തോ അതാതെ പറയും. വാ നമുക്ക് വേറെ എന്തെല്ലോ സാധനം മേടിക്കാനുണ്ട്. വാ 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 വാ. എന്താ താഴെ അമ്മമ്മ അച്ഛനും കാത്തൊക്കെയുണ്ട്. വാ പോലെ. അതൊന്നും വേണ്ട, അവിടെ വെക്ക്. അമ്മോ ഇതെല്ലാം എന്തെന്നാ ഇത്? പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എത്ര പാത്രം ഉണ്ട്. നടക്ക് നടക്ക് വേഗം വേഗം പ്ലീസ് പ്ലീസ്. അത് പ്ലേറ്റ് എല്ലാം ചാച്ചന്റെ വീട്ടിലില്ലേ? ഉണ്ട്. ഓൾഡായ എന്താ? കളഞ്ഞില്ലേ? ആ നടക്കുന്നാല് ചച്ചു ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങോട്ട് കാണിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ചാച്ചു ബേബി. ലവ് യു സോ മച്ച് ചാച്ചു. ഉമ്മ ചക്കരയാന്ന് ഇട്ടാ മമ്മക്ക്. ഉമ്മമ്മേന്റെ ഉമ്മ. ഉമ്മ ചാച്ചിന്റെ മാല ഉണ്ടോ? വാവച്ചേട്ടൻ മലക്കോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നല്ലേ. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇന്ന് വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.